ഗർഭിണികളായ സ്ത്രീകളെ കേരളത്തിലെത്തിച്ച് പ്രസവശേഷം നവജാത ശിശുക്കളെ അനധികൃതമായി മറച്ചു വിൽക്കുന്ന സംഘത്തിന്റെ വലയിലകപ്പെട്ട ആസാം സ്വദേശിനിയെ രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ നിർണായക പങ്കുവഹിച്ച അംഗൻവാടി ടീച്ചർ രമ സംഭവത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചു. എൻ്റെ ഹസ്ബൻഡ് ഉച്ചയ്ക്ക് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഒരു പെൺകുട്ടി റോഡിൽ കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പോകുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ ചോദിക്കാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പെങ്കൊച്ചല്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്ത് നീയും കൂടെ വാ, നമുക്ക് ചെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഈ പെങ്കൊച്ചിൻ്റെ പുറകെ പോയി ആ കൊച്ചിനെ കണ്ടെത്തി. അവിടെ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആസാമിൽ നിന്നാണ് വരുന്നത്, ആസാംകാരിയാണ്, ഞാനിവിടെ ഒരു വീട്ടിൽ ജോലിക്ക് വന്നതെന്നാണ് പെങ്കൊച്ച് പറഞ്ഞത്. അപ്പം ഹിന്ദി പറയുന്നതുകൊണ്ട് എനിക്ക് അത്രയും മനസ്സിലായില്ല. അപ്പോൾ അടുത്തുള്ള ഒരു പെൺകൊച്ചും കൂടി ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ആ സമയം കൊണ്ട് ഞങ്ങൾ പോലീസിൽ ഇൻഫോം ചെയ്തു. പോലീസിൽ വിളിച്ചിട്ട് അവർ അന്നേരം വന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് CIനും കൂടെ വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് പോലീസുകാരെത്തിയത്. 2 പോലീസുകാർ വന്നു. അവരുമായിട്ട് ഞങ്ങൾ ഈ വീട് സന്ദർശിച്ചു. ആ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് ഇവിടെ ഒരു വാടകയ്ക്കുള്ളൊരു വീടാണ്. അവർ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന വീട്ടിൽ വന്നു. അവിടെ വന്നപ്പോൾ 3 ലേഡിയും 2 പുരുഷന്മാരും ഉണ്ടായിരുന്നു. അതിലൊരാൾ പറഞ്ഞ് എനിക്ക് തമിഴ് അറിയത്തുള്ളൂ, ഞാനിവിടെ തമിഴ്നാട്ടിൽ അഡ്വക്കേറ്റാണ്, പിന്നെ ഇവിടെ ബിസിനസ് എന്തെടുക്കുവാന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഇവിടെ ബിസിനസ് ചെയ്യുക, തേയിലയുടെ ബിസിനസ്സാണ്. അപ്പോൾ അവിടെ 2-3 വീടുണ്ട്. ആ വീട്ടിലെ ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ ജോലിയും കഴിഞ്ഞ് പോയി. അപ്പോൾ ഇവരെ ജോലിക്ക് വേണ്ടിയിട്ടാണ് വരിക. അപ്പം ഈ ഗർഭിണി പെൺകൊച്ചിനെ എന്തുകൊണ്ടാണ് ജോലിക്ക് എടുത്തതെന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ ഈ കൊച്ചിനെ എങ്ങനെ ഇവിടെ എത്തിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടു, അങ്ങനെ എനിക്ക് ജോലി വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അവർ വിളിച്ചു വരുത്തിയത്. അപ്പോൾ ഹസ്ബൻഡ് കൂട്ടത്തിലുണ്ടായിരുന്നു. ഹസ്ബൻഡ് 5000 രൂപയും മേടിച്ചുകൊണ്ട് തലേന്ന് തന്നെ രാത്രി തന്നെ പോയി. പെൺകുട്ടി ഇല്ലാതെ പോയെന്നാണ് അവർ പറഞ്ഞറിയുന്നത്. സ്ത്രീകളെല്ലാം ജോലിക്കായി എത്തിച്ചുവെന്നാണ് പറഞ്ഞത്. അല്ലല്ല, അവർ പിന്നെ ഇതൊക്കെ ആരാന്ന് ചോദിച്ചപ്പോൾ ഇതെല്ലാം കസിനാണ്. ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പോലീസ് ഓഫീസറാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു മലയാളമാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു ഞാൻ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്നാണ് പറഞ്ഞു. മറ്റേ പെൺകൊച്ചും പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷും തമിഴും അറിയാം, ഞാനും കോളേജിൽ പഠിക്കുന്നതെന്നാണ് വേറൊരു പെൺകുട്ടി ഉണ്ടായെന്ന് പറഞ്ഞത്. പിന്നെ ഒരു അമ്മച്ചിയായിരുന്നു. അമ്മച്ചിയുടെ കൂട്ടത്തിൽ 2 കുട്ടികളും ഉണ്ടായിരുന്നു, 4-5 വയസ്സ് പ്രായമുള്ള 2 കുട്ടികൾ. അപ്പോൾ ആ പുള്ളിക്കാരി നല്ലപോലെ മലയാളമാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളെവിടുന്ന്? അപ്പോൾ പുള്ളിക്കാനത്ത് നിങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ താമസിക്കുമെന്നാണ് ആ പുള്ളിക്കാർ പറഞ്ഞത്. പിന്നെ പോലീസ് ഓഫീസർ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല. എങ്കിലും ഞാൻ അവരെ കുറച്ച് വഴക്ക് പറഞ്ഞു. നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പിള്ളേരെ കിട്ടിയപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പോലീസ് ഇൻഫോം ചെയ്തില്ല, നിങ്ങൾ പറഞ്ഞു വിടേണ്ടതല്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഈ പെൺകുച്ചിനെ പറഞ്ഞു വിട്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ പറഞ്ഞു വിട്ടതല്ല, ആ പെൺകുട്ടി തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെ നിങ്ങൾ എന്ത് ജോലിക്കായിട്ടാണ് ഈ പെൺകുട്ടീനെ എടുത്ത്? അതൊരു ഗർഭിണി കൊച്ച്, ഈ കൊച്ചിനെ കൊണ്ട് എന്ത് ജോലി ചെയ്യാൻ പറ്റും? നിങ്ങൾ കാണിച്ചു മോശമല്ലെന്ന്. അപ്പം പോലീസുകാരും വഴക്ക് പറഞ്ഞു, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചേ, നിങ്ങൾ അന്നേരം പോലീസിന് ഇൻഫോം ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഇന്ന് വഴി അങ്ങനെ പറ്റിയില്ല. അയാൾ എൻ്റെ 5000 രൂപയും മേടിച്ചുകൊണ്ട് മുങ്ങി. ഹസ്ബൻഡ് മുങ്ങി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആസാം പെൺകുട്ടി പറയുന്നു എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടില്ല, ഞാൻ തന്നെയാണ് വന്നത്, എൻ്റെ ഹസ്ബൻഡ് തമിഴ്നാട്ടിൽ ജോബാണ് എന്നാണ് ആസാം പെൺകുട്ടി പറയുന്നത്. ഒരു കൊച്ചും ഉണ്ടെന്ന് പറഞ്ഞു.